ഗുഡ് ഈവനിങ്. നമ്മൾ ഉളിയൻപാറയാണ് കേട്ടോ. അവിടെ വിളക്കെത്തിച്ചതാണ്. ഞാൻ ഒരു കാര്യം കാട്ടാൻ കൊണ്ടുവന്നത്. നമ്മളെ സുന്ദരി കുട്ടികൾ ഇങ്ങനെ വരിവരിക്കിരിക്കുന്നൊക്കെ നല്ല വലിയ പൂവാട്ടോ അത്. ഇത് ഇന്ന് രാവിലെ വിരിഞ്ഞപ്പോൾ അവർ ഉറങ്ങാൻ പോവുകയാണ്. അതാണ് ഇങ്ങനെയായത്. അപ്പം ഇന്ന് രാത്രി ആയാലും അവർ ഉറങ്ങും. അപ്പോൾ അവരെ ചന്തം കാണാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തച്ചാട്ടോ. ഇനി ഒരു ഫോട്ടോയും കൂടി എടുത്തച്ചാട്ടോ. നമ്മളെ കുങ്കുമം നിറച്ച് കുങ്കുമം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേക തരം കുങ്കുമമാണ്. നമ്മളെ മകൻ വിളക്കെത്തിച്ചിരിക്കണം. പൂ കാണിക്കാൻ വന്നത്. അപ്പം നമ്മൾ അമ്പലത്തിൽ വിളക്കും കത്തിച്ച് അപ്പം അതും കൂടി ഒന്ന് വീഡിയോ എടുക്കാൻ വെച്ച്. ദിക്സ ബേബി ചോറയിച്ചാ? ഇനി ചോറയിച്ചാ? നമ്മളെ ഉണ്ണേട്ടൻ ചോറ് കഴിച്ച് പൊരിച്ച മീനൊക്കെ തന്ന്. മീനെങ്ങനെ മാന്ത കറി, ചോറ് ബാക്കിയാണ്. മീനെങ്ങനെ ആകെ ഉണ്ണേട്ട മീൻ ഇതിങ്ങനെ മിണ്ടാണ്ട് കഴിക്കല്ല. ഉണ്ണേട്ടൻ കൊണ്ടോന്നല്ല, ഞാൻ അതിലെ പോണവരെടുത്തുനിന്ന് വാങ്ങിയതാ. അയില മാന്തി വാങ്ങി. അയില നല്ല ചീനിക്കണ് പൊരിച്ചിട്ട്. നമ്മുടെ സിയുവാവ് ഗുഡ് നൈറ്റ് ആയിട്ടോ. നൈറ്റിൽ അവ ഉപ്പുമാവും ചിക്കനൊക്കെ കഴിച്ച് വാരി കൊടുത്തിട്ടോ. ചിക്കൻ ഒറ്റയ്ക്ക് കഴിക്കും. ഉപ്പുമാവ് ചിക്കൻ ഫ്രൈയും കൂട്ടിയിട്ട് വാരി കൊടുത്തു. ഇനി നമുക്ക് നമ്മൾ ഉണ്ണേട്ടനെ കഴിക്കാം. ചിക്കൻ വരട്ടിയതാണ് കേട്ടോ. അപ്പോൾ ലേശം കൊള്ളു. അപ്പം നമ്മൾ ഡെക്സ ബേബി ചിക്കൻ മാത്രം കഴിച്ചിരിക്കാം. ഉപ്പുമാവ്, ചപ്പാത്തി. ഉപ്പുമാവ് ഇഷ്ടം, ചപ്പാത്തി എനിക്കിതൊന്നും കഴിക്കാൻ പറ്റില്ല. മുട്ട ഒന്നും എന്തെങ്കിലും റെഡിയാക്കട്ടെ. ഇത് മാന്തക്കറി. ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് മുട്ടക്കുട്ടി. ഇവിടെ ഇരിക്കുന്നുണ്ട് ഡെക്സ കുട്ടി. അമ്മ മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ചപ്പാത്തി കഴിക്കുമ്പോൾ എനിക്ക് വേണ്ടല്ലോ. എനിക്ക് പച്ചമുട്ട വേണം. എന്താ എൻ്റെ ചിക്കൻ മുഴുവൻ തിന്നാഞ്ഞി ഡെക്സ? എന്താ മുഴുവൻ തിന്നാഞ്ഞി? കഴിക്ക്. കണ്ടില്ലേ നീ? വേണ്ട അല്ലേ? വേണ്ട? ഇനി എന്താ എനിക്ക് വേണ്ടേ? അവന് പച്ചമുട്ട കഴിക്കാൻ ഇഷ്ടമാണ്. ഞാൻ കൊടുക്കാറില്ല. ഡോക്ടർ പറഞ്ഞിട്ട് പച്ചമുട്ട കൊടുക്കരുത്. എന്തൊക്കെ എടുത്ത് നട്ടിട്ടിരിക്കണ്? ചിക്കനൊക്കെ എടുത്ത് നട്ടിട്ട് മുട്ട. ഹലോ, ഗുഡ് നൈറ്റ് വീഡിയോ ആണ് കേട്ടോ. സമയം ഇപ്പോൾ 10:25. ഉണ്ണേട്ടനൊക്കെ ഫുഡ് കഴിച്ച് ഭക്ഷണം കഴിച്ച്. എനിക്ക് ഇന്ന് എന്താ അറിയില്ല, രാത്രിയായപ്പോൾ ഒന്നും വേണ്ട. അപ്പോൾ എനിക്കൊന്നും വേണ്ട വെച്ചിട്ടാ. ഉപ്പുമാവുണ്ട്, ചപ്പാത്തി ഉണ്ട്, മാന്തക്കറി ഉണ്ട്. ഉച്ചയ്ക്ക് മാന്തക്കറി, അയിലക്കറി ഒക്കെ, അല്ല അയില പൊരിച്ചൊക്കെ പിന്നെ അയില ചീഞ്ഞ് അത് രസമല്ലേ. പൊരിച്ചതിനെ കൊണ്ട് പിന്നെ എല്ലാവരും അങ്ങോട്ട് കഴിച്ചു. അപ്പം ഇപ്പം എനിക്കില്ല മുട്ട പൊരിച്ചങ്ങോട്ട് കഴിക്കാമെന്നൊരു തോന്നൽ. അപ്പം നമ്മൾ 2 മുട്ട അങ്ങോട്ട് പൊരിക്കാൻ പോവാണ്. കഴിച്ചാലോ? മുട്ട പൊരിച്ച് കഴിച്ചാലോ? അപ്പം നമുക്ക് അത് മുട്ട പൊട്ടിക്കും. ചെറുങ്ങനെ പൊട്ടിട്ടോ. നാളെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടി. അപ്പം നമുക്ക്
ഗ്യാസ് ഓണാക്കിയ ഗ്യാസ് ഓണാക്കി ഇനി ചിരിപ്പിട. നമ്മളെ കണ്ടോ? നമ്മൾ ഉറങ്ങുന്നോടത്ത് മേടിച്ച് വന്നേക്കാം. എന്താ അറിയില്ല, എല്ലാം ഉപ്പിട്ടാലും ഉപ്പ് കുടിക്കും. അപ്പം നമ്മളിങ്ങനെ ഇതോടോടാ മേടിക്കട്ടോ. അങ്ങനെ നമ്മൾ ദോശക്കല്ലും പതക്കുന്നുണ്ട്. അപ്പം ഞാനിതിൽ ഒരു ഉണക്കമുളക് ഇട്ടിട്ടൊക്കെ ഈ ഉണക്കമുളക് കട്ടി വെച്ച് എൻ്റെ കുട്ടികൾ ഉറക്കച്ചടവ് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ മണം കേട്ടാൽ അവർക്ക് നീച്ച് വരും. ഉച്ചക്കുട്ടികളുണ്ട് മേലെ. അങ്ങനെ നമ്മളെ മുട്ടൻ്റെ മേലെ ഒരു ചപ്പാത്തി ഉണ്ണേട്ടം തന്ന അത് ഉണ്ണേട്ടം തന്ന പ്ലേറ്റിൽ നമ്മൾ ഗ്യാസൊക്കെ ഓഫാക്കി സൂപ്പർ. നമ്മുടെ സീവാവ ഇറങ്ങി നമുക്കൊരു കഷ്ണം കോഴിമുട്ട കൊടുത്തൊക്കെ തിന്നൂല. സിയോ എന്നടാ കഴിക്കടാ. സിയോ കഴിച്ചോ? അവന് ഇഷ്ടമല്ല. കണ്ടോ മനസ്സിലാക്കില്ലേ? അവന് കോഴിമുട്ടനോടെ ഇഷ്ടമല്ല. അവർ കോഴിമുട്ട കഴിക്കില്ല. ഇവൻ കോഴിമുട്ടയെ കഴിക്കില്ല. പിന്നെ ലക്ഷബേബി പച്ച കഴിക്കും. ഇല്ലൊക്കെ അമ്മ കുട്ടി ഉറങ്ങിക്കോട്ടോ. അവന് ചിക്കൻ ഉപ്പുമാവൊക്കെ അമ്മ വാരി കൊടുത്തതാണ്. ബൈ, ഗുഡ് നൈറ്റ്. അമ്മ ഇതാത് തിന്നാൻ പോവാ. ഒരു ഏറ്റുമില്ല. കുട്ടിക്ക് എന്താ തരാത്തതെന്ന് അതാണ് ഞാൻ കുട്ടിക്ക് തന്നെ. കുട്ടി കഴിക്കാത്ത കുട്ടി. അപ്പോൾ പോട്ടെ. നേരെ മറിച്ചതൊന്നും കൊണ്ട് വായ കുട്ടിച്ചീരി കൊടുത്തോണ്ട് തിന്നു. അമ്മ വയലിട്ടേ എല്ലാ സാധനവും വയലിട്ട് എന്താ എൻ്റെ കുട്ടീൻ്റെ ഒരു കഥ. എന്നപ്പോൾ ഇങ്ങനെ തീറ്റിയിട്ട് മുട്ട ഈ കഴിക്കണ്ട. നമ്മൾ തീറ്റി കഴിഞ്ഞപ്പോൾ ഇനി മുട്ടൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് ചിലപ്പം കഴിച്ചാലോ. അപ്പോൾ നമുക്കൊരു കഷ്ണം കൂടി വീട്ടിൽ കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വാരി കൊടുക്കാം. ഞാൻ അവിടെ കട്ടെ, ഞാൻ കഴിക്കാൻ പോട്ടെ. നമുക്ക് വേണേ കഴിച്ചാട്ടാ. അപ്പം നമുക്ക് കഴിച്ചാലോ. ലൈറ്റ് ഓഫ് ഓഫ്. ഒരാൾ മുട്ടയും കഴിച്ച് ചിക്കനും കഴിച്ചു. ഇതാണ് ഇവരുടെ സ്വഭാവം. ഇതെന്താ ചിക്കൻ വാട്ടി വെച്ചിരുന്നു? കൈ കഴുകണ്ടേ? ഹായ്, ഹലോ. നമുക്ക് കോഴിമുട്ട കഴിച്ചാലോ. കോഴിമുട്ടയും ചപ്പാത്തി വേണ്ട. കോഴിമുട്ട എന്താ വേണ്ട വേണ്ട. കോഴിമുട്ട വെച്ചിട്ടുണ്ട്. പുതിയ ചപ്പാത്തി വേണ്ട. നട്ട പാലക്ക് കോഴിമുട്ട വെച്ചിട്ടുണ്ട്. എൻ്റെ രക്ഷാവേദി പച്ചക്കോഴിമുട്ട. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിന്റെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സിബിഐ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് പ്രതിപക്ഷം രാജി ആവശ്യപ്പെട്ടത്. കെ എം എബ്രഹാം രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ മുഖ്യമന്ത്രി പുറത്താക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഫോൺ ചോട്ടൽ ഗുരുതരമായ നിയമലംഘനം. മുഖ്യമന്ത്രി ഭയക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ്. ഫോൺ സംഭാഷണം നടത്തിയതിന്റെ അപ്പോൾ കുറച്ച് കഴിഞ്ഞങ്ങോട്ട് വരും. ആ ചിക്കനും ചപ്പാത്തിക്കും അവിടെ മൂടിക്കൊണ്ട് നോക്കും. കോഴിമുട്ട പറ്റ വെക്കില്ല. കോഴിമുട്ട വെച്ച് നമ്മൾ ചിക്കനൊക്കെ കുട്ടാമലായിട്ട് കഴിച്ച് പോയതാ. ആരും കേട്ടാ ആ മുട്ടത്തലയും ഞെറും മുട്ടത്തലയാണ്. ഒന്നും മനസ്സിലാക്കി ഓംലേറ്റ് ഉണ്ടാക്കി കഴിച്ചു. അങ്ങനെ പൊയ്ക്കോളൂ.
ഉണക്കമുളക് ഇട്ട് കൊടുത്താൽ അങ്ങനെ പൊരിക്കാൻ അങ്ങനെ കഴിക്കുമ്പോൾ നല്ല സുഖം. ലൈനിലിപ്പോൾ കാരണം സമൃദ്ധിയാണ് ഞങ്ങളുടെ നിർമ്മാണം. ഓഫറുകൾ നിരക്കിലും എക്സിക്യൂട്ടീവ്